കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച സ്കിറ്റ് നിങ്ങളുടെ ഓർമ്മകളിൽ ഉണ്ടാവുമല്ലോ. ആ സ്കിറ്റിൻ്റെ അവസാനം തറവാടിൻ്റെ കാരണവരായിരുന്ന വരീദ് മാപ്പിളയുടെ മരണമായി. ഈ സ്കിറ്റ് ആരംഭിക്കുന്നതും അവിടെ നിന്നാണ്. മരിച്ച സ്വർഗ്ഗലോകത്തിലേക്ക് പോയ വരീദ് മാപ്പിളയെ കാത്ത് സ്വർഗത്തിലിരിക്കുന്ന കൊച്ചു ത്രേസ്യ ഉമ്മച്ചി. കാത്തിരിപ്പിൻ്റെ നീണ്ട 20 വർഷങ്ങൾ. വരുന്നോന്നാ തോന്നുന്നേ. എങ്ങനെ വിറയ്ക്കാതിരിക്കും? മരിച്ചിട്ട് 4-5 ദിവസമായില്ലേ. ആദ്യം മോർച്ചറി കൊണ്ടുവച്ച് തണുപ്പിച്ചു, പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് മൊബൈൽ മോർച്ചറിയിൽ വെച്ച് കല്ലുപോലാക്കിയല്ലേ ഇങ്ങോട്ട് വിട്ടെ. അയ്യോ, അച്ഛൻ വല്ലാണ്ടങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. നീ വന്നിട്ട് കുറെ വർഷമായില്ലേ. ക്ഷീണമാന്നേലും മുഖമൊക്കെ നല്ല ചുമന്ന് തുടുത്തിരിപ്പുണ്ടല്ലോ. അതെങ്ങനാണ്? നിന്റെ മരുമക്കളെല്ലാം കൂടി അന്ത്യചുംബനം തന്ന് അവളുമാരുടെ ചുണ്ടത്തെ വെച്ചിക്കല്ല. സുഖം തന്നെ. പിന്നെ എങ്ങനാടി? സ്വർഗത്തിൽ നിനക്ക് സുഖം തന്നെ എന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. നിനക്കിവിടെ സമാധാനം തരണേ, സമാധാനം തരണേ എന്ന്. പക്ഷേ നിങ്ങൾ അവിടെയും ഞാൻ ഇവിടെയും. അതായിരുന്നു എന്റെ സമാധാനം. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാൻ വന്നപ്പോ മുതൽ നിങ്ങളുടെ ഇങ്ങോട്ടുള്ള വിസ ശരിയാക്കാനുള്ള ശ്രമമായിരുന്നു. പക്ഷേ ഇപ്പോൾ 6 മാസം പ്രൊബേഷനാണ്. അത് കഴിഞ്ഞേ സ്ഥിരപ്പെടുത്തു. 10-20 വർഷം സമാധാനം ഉണ്ടായിരുന്നു. ഇനി എന്താ? അങ്ങനെ വർഷമൊന്നു കഴിഞ്ഞു. വീണ്ടും ഒരു ക്രിസ്തുമസ് കാലം. അച്ഛനും അമ്മച്ചിക്കും ഈ ക്രിസ്മസിന് നാട്ടിൽ വരണമെന്നായിരുന്നു ആഗ്രഹം. അമ്മച്ചിയുടെ പാസ്പോർട്ട് എക്സ്പയറി ആയതുകൊണ്ട് സ്വർഗത്തിൽ
അപ്പച്ചനും അമ്മച്ചിക്കും പ്രത്യേക അനുമതി കിട്ടി. പിന്നെ കുറെ ബംഗാളികളും. ഈ മലയാളികളൊക്കെ എവിടെ പോയി? നീ പോയ സമയം പോലെയല്ല. അന്നാകെ കൂടി ഒരു ദൂരദർശനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എത്രയാ ചാനലുകൾ. എല്ലാം കാണണ്ടേ? ബാക്കിയുള്ളവരുതോ ആ കാണുന്ന ബിവറേജ് സ്റ്റോറിന്റെ മുമ്പിൽ ക്രിസ്തുമസ് ആഘോഷിക്കാൻ യോജിക്കുക. പിന്നെ അല്ല, പട്ടിയെ തൊട്ട മേനകാ ഗാന്ധിയും രഞ്ജിനി ഹരിദാസും അവനെ തട്ടും. പിന്നെ പശുക്കളിപ്പം ഗോമാതാക്കളായില്ലേ? ഇനി ക്രിസ്തുമസിനും ഈസ്റ്ററിനും ഒക്കെ ബീഫ് തിന്ന കാലം മറക്കേണ്ടി വരുമോ എന്ന്. അപ്പൊ ഈ ക്രിസ്മസിന് ബീഫൊന്നും ഇല്ലേ? നമ്മുടെ കേരളത്തിൽ ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓപ്പേരുണ്ടായിരുന്ന നമ്മുടെ ആ ജിയോ മാത്യുവും ആ പിലിപ്പിച്ചായന്റെ മോന് അജിത്ത് മാമനും ഒക്കെ ബീഫ് കഴിക്കാൻ വിസിറ്റ് വിസ എടുത്ത് ദുബൈയിലേക്ക് പോവാന്ന് പറയുന്ന കേട്ടു. നിനക്ക് ആ വരുന്നയാളെ മനസ്സിലായോ? ഇല്ല. അതു നമ്മുടെ കിഴക്കേലെ തോമാച്ചന്റെ മോന് ചോടിക്കുട്ടിയ ആ കള്ളു കുടിച്ചു നടന്നുകൊണ്ടിരുന്നവൻ. അവനിതിപ്പോ എന്തോ പറ്റിയും വലിയ മാറ്റമാണല്ലോ. ഇങ്ങനാണോടാ കൈയടിക്കുന്നത്? എന്റെ കൂടെ ഇത്രയും നാൾ നടന്നിട്ട് നിനക്ക് അറിയത്തില്ലേ കൈയടിക്കാൻ? കൈയടിക്കുക എന്ന് പറഞ്ഞാൽ മണല് വാരി മേളോട്ട് എറിയുന്ന പോലെ. കണ്ടില്ലേ? അങ്ങനെയാണ്. റേഡിയോ വണ്ടി കാലി ചുറ്റിയെന്നാ തോന്നുന്നത്. അവൻ തന്നെയാണല്ലോ വിളിക്കുന്നത്. എടോ താൻ ഇവന്റ് മാനേജ്മെന്റുകാരുടെ ആളല്ലയോ? എടോ കോട്ടയത്ത് വെച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡില് എന്റെ മുഖത്തിന് തീരെ ഗ്ലേസിങ് പോരാ. തലയിൽ നല്ല ഗ്ലേസിങ്ങാണ്. അതോട്ടല്ലേ പിന്നെ എന്തിനാ മുഖത്തുകൂടി ചെയ്താൽ മതിയായിരിക്കും. എടോ പിന്നെ അതിന്റെ അടിയിൽ പരിപാടി കഴിഞ്ഞ് രോഗശാന്തി ഉണ്ടാകുമെന്ന് എഴുതാൻ പറഞ്ഞിട്ട് താനത് വേണ്ടി വെച്ചിരിക്കുന്ന ബിരിയാണി ഉണ്ടാവും. രോഗശാന്തി ഉണ്ടാകുന്ന എഴുതി വെക്കേണ്ടത്. പിന്നെ വിളിച്ചത് ഈ വരുന്ന 31 ഈ 31-ാം തീയതി തിരുവനന്തപുരത്ത് ഒരു മെഗാ രോഗശാന്തി പരിപാടി നമ്മൾ നടത്തുന്നുണ്ട്. ആ പെർമിഷനൊക്കെ കിട്ടി. പെർമിഷൻ നമ്മുടെ ജബലയിലുള്ള ഒരു സഹോദരൻ തിരുവനന്തപുരത്ത് നമ്മുടെ മുഖ്യമന്ത്രിയെ വിളിച്ച് അത് പെർമിഷൻ എടുത്ത് തന്നിട്ടുണ്ട്. ആ സഹോദരൻ അനുഗ്രഹിക്കപ്പെട്ടു. ആ സഹോദരൻ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അവൻ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഈ രോഗശാന്തിക്ക് ഒരു 100 പേരെ കൊണ്ടുവരണം കേട്ടോ. അത് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന പോലെ
സാംകുട്ടി. ഈ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും മൂത്ത പുത്രൻ. 10-30 വർഷമായി ഗൾഫിൽ ജീവിക്കുന്ന സാധാരണക്കാരനായ ഒരു പ്രവാസി. അനുജന്മാരുടെയും അനിയന്മാരുടെയും കരതേടി അറിയുന്ന ഒരു പാവ പ്രവാസി. ഈ പ്രാവശ്യത്തെ വരവിന് സാംകുട്ടിക്ക് പ്രത്യേക ഉദ്ദേശമുണ്ട്. അപ്പച്ചൻ്റെ ആണ്ട് നടത്തണം. സഹോദരങ്ങളെ എല്ലാം കൂടെ ക്രിസ്തുമസിന് ഒന്നിച്ചു കൂട്ടണം. ഹലോ ഹലോ, നിങ്ങൾ നെടുമ്പാശ്ശേരിയിൽ നിന്നാണോ അതോ തിരുവനന്തപുരത്ത് നിന്നാണോ? ഞാനീ എത്തി. നമ്മുടെ കൊച്ചുകുമാവൻ വരുന്നുണ്ട്. കടമയോർത്ത് കടലു താണ്ടി കരളിലെ സ്വപ്നങ്ങളുമായി വന്ന എല്ലാ പ്രവാസികളെ പോലെ സാംകുട്ടിയുടെ ദുഃഖവും ഉറ്റവരുടെ ആവശ്യ സമയത്ത് നാട്ടിലില്ലാതെ പോകുന്നതാണ്. പ്രത്യേകിച്ചും തൻ്റെ പ്രിയപ്പെട്ട അമ്മ മരിക്കുമ്പോൾ. ഒരു നാളിലൊരു വേള ഞാനും എൻ്റെ അമ്മയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമുള്ളിലായി. ഒരു നാളിലൊരു വേള ഞാനും എൻ്റെ അമ്മയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമുള്ളിലായി. ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമുള്ളിലായി. അതിൽ നിന്നിറങ്ങി വന്നെന്നമ്മ പൊന്നമ്മ അലിവർണ്ണ മൊഴികളാൽ കെട്ടിപ്പിടിക്കവേ. അതിൽ നിന്നിറങ്ങി വന്നെന്നമ്മ പൊന്നമ്മ അലിവർണ്ണ മൊഴികളാൽ കെട്ടിപ്പിടിക്കവേ. അലിവർണ്ണ. ഈ പ്രാവശ്യത്തെ വരവിന് സാംകുട്ടിക്ക് ഹലോ, കൊച്ചുകുമാവനിക്ക് എത്തിയോ? മൊഴികളാൽ പിടിക്കവേ. ഇത് ഇവരുടെ ഇളയ ഉപ്പാപ്പൻ, അൽക്കൂസ് തറവാട്ടിലെ ഇപ്പോഴത്തെ കാരണവർ യോനാച്ചാൻ. ആളല്പം വെപ്രാളമൊക്കെ ഉണ്ടെങ്കിലും ഇദ്ദേഹമാണ് അൽക്കൂസിന്റെ കരുത്ത്. യാത്രയൊക്കെ സുഖമായിരുന്നോ? ജബലിൽ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാം സുഖമായിരുന്നു. ജബലി പിന്നെ കരോളിന്റെ ഒക്കെ തിരക്കിലായിരുന്നു. നമ്മുടെ മാവിയുടെ മോൻ ആടൂരിൽ താമസിക്കുന്ന ബിനുവെ, അവൻ മരിച്ചെന്ന് പറഞ്ഞിരുന്നു. അവനായിരുന്നു ജബലലിയിലെ കരോളിന്റെ കൺവീനർ. കരോള് കഴിഞ്ഞപ്പോൾ കൺവീനർ മുങ്ങിയെന്നാ കേട്ടത്. അച്ഛായ, പിന്നെ നമ്മുടെ കുടുംബക്കാർ എല്ലാവരും വരുന്നുണ്ട്. ക്രിസ്മസ് ആയിട്ട് എനിക്ക് ഒരു അപ്പച്ചനുള്ളപ്പോൾ പാടുന്ന ക്രിസ്മസ് പാട്ടുണ്ടല്ലോ, നമുക്കെല്ലാവരും കൂടി ചേർന്ന് പാടണം. സ്വർഗത്തിലിരിക്കുന്ന നമ്മുടെ അപ്പച്ചനും അമ്മച്ചിക്കും അതൊരു സന്തോഷമായിരിക്കും. പിന്നെന്താ, നമ്മുടെ ബന്ധുക്കളെല്ലാം എല്ലാവരും കുടുംബക്കാരെല്ലാം വന്നിട്ടുണ്ടല്ലോ. വിളിച്ചോട്ടെ. മോനെ വിനോദ, ജോസിയെ, എല്ലാവരും ഇങ്ങോട്ട് വന്നേ. എല്ലാവരും വന്നേ. എല്ലാവരും ഒന്ന് വന്നേ. നമ്മുടെ അപ്പച്ചൻ പഠിപ്പിച്ച പാട്ടൊന്ന് പാടുന്നത്. എല്ലാവരും കയറിയാട്ട് വന്നാട്ടെ. എല്ലാവരും വന്നാട്ടെ. Hehehe